കണ്ടിന്യൂ ചെയ്യണം. സോ ആ ദിവസങ്ങൾ അവളുടെ വിശ്വാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. കാരണം അവളുടെ ഹാർഡ് വർക്ക് അവൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവൾക്കറിയാത്തൊരവസ്ഥയായിരുന്നു. ഇറ്റ് വാസ് എ വെരി those were the days of belief and innocence, and it was very sad withdrawn girl who dragged into principal office. അപ്പം ആകെ തീർത്തും നിരാശയായ ഒരു ഗേളായിരുന്നു പിറ്റേ ദിവസം പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് ചെന്നത്. കാരണം നമുക്കറിയാം അവൾക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അവൾക്ക് ഉറപ്പായി എന്തായാലും ഇനി അവൾക്ക് കിട്ടില്ല സ്കോളർഷിപ്പ് ജാക്കറ്റ്. കാരണം ഓൾറെഡി മാനേജ്മെൻറ്റ് ചെയ്ത കറപ്ഷൻസ് അവൾക്കറിയാം. അത് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്തിനാണെന്നും അറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അവൾക്ക് പേയ്മെൻറ്റും കൂടി കൊടുക്കാൻ എന്തായാലും ഗ്രാൻഡ് പാ പേയ്മെൻറ്റും കൂടി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദ ഐസ്. അപ്പോൾ ഈ പ്രാവശ്യം നുണ പറഞ്ഞ് പ്രിൻസിപ്പൾ ഒന്നും കൂടി സ്ട്രെങ്തനായി. അയാളതിൽ മാനേജ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ പ്രാവശ്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മാർത്തയുടെ കണ്ണുകളിൽ തന്നെ നോക്കി സംസാരിച്ചു. നമുക്കറിയാമല്ലേ, ആദ്യം കള്ളത്തരം പറയുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ ആ കള്ളത്തരം ഒരു ശീലമായി കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അവരതിൽ എക്സ്പേർട്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ സമർത്ഥമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? പ്രിൻസിപ്പൾ ചോദിച്ചു, എൻ്റെ ഗ്രാൻഡ് ഫാദർ വാട്ട് ഡിഡ് ഹി സേ? I sat very straight in my chair. He said to tell you he won't pay $15. അപ്പോൾ ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഞാൻ എൻ്റെ ചെയറിലിരുന്നു. കാരണം എനിക്കവിടെ മാർത്തയ്ക്ക് അവിടെ ഒളിക്കേണ്ടതായോ മാർത്ത അവിടെ മോശക്കാരിയായിരിക്കേണ്ടതായോ ഒരു കാര്യമില്ല. കാരണം he deserved that scholarship jacket. She deserved the scholarship jacket. But അത് ഇല്ലാതെ ആക്കാനായിട്ട് നോക്കുന്നത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ അവൾ അവിടെ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു. അവൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഹി സെഡ് ടു ടെൽ യു, അദ്ദേഹം ഗ്രാൻഡ് ഫാദർ താങ്കളോട് പറയാൻ പറഞ്ഞു അദ്ദേഹം ഈ $15 പേ ചെയ്യില്ല. ദ പ്രിൻസിപ്പൽ മട്ടേഡ് സംതിങ് ഐ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർ ഹിസ് ബ്രെത്ത് ആൻഡ് വാക്ക്ഡ് ഓവർ ടു ദ വിൻഡോ. ഇപ്പോൾ പ്രിൻസിപ്പൾ എന്തോ മർമർ ചെയ്തു, എന്തോ മുറുമുറുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, മട്ടേഡ് സംതിങ്. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം വളരെ അടക്കി പിടിച്ചാണ് കേട്ടോ ഹിസ് ബ്രെത്ത് ആൻഡ് വാക്ക്ഡ് ഓവർ ടു ദ വിൻഡോൻ്റെ അടുത്തേക്ക് ഹി ജസ്റ്റ് വാക്ക്ഡ് ആൻഡ് ഹി സ്റ്റുഡ് ലുക്കിംഗ് സംതിങ് ഔട്ട്സൈഡ് ആൻഡ് ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വിച്ച് വെൻ ഹി സ്റ്റുഡ് അപ്പ്. ഇപ്പം എന്ത് ചെയ്യാണ്, ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. എന്തോ അദ്ദേഹം പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മാർത്ത നോക്കിയപ്പോൾ അദ്ദേഹം ഒരു വളരെ വലിയൊരു ബിഗ്ഗായിട്ട് തോന്നിപ്പിച്ചു. ഈ ബിഗ്ഗായിട്ട് തോന്നിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഫിലിം ഇതിൽ നമ്മൾ ഓർക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ബിഗ്ഗായിട്ട് കാണിക്കുന്ന എന്തിനാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ്റെ ഒരു ഡിഫിക്കൽട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെ ഒരു ക്രൂവൽ ഫിഗറായിട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഒരു ഇതായിട്ട് കാണിക്കുന്നു, ബിഗ്ഗായിട്ട് തോന്നുന്നതായിട്ട് പറയുന്നത്. സോ സംതിങ് ഔട്ട്സൈഡ് he looked bigger than usual and when he stood up he was a tall gaunt man with grey hair. ഇപ്പോൾ ഗ്രേ ഹെയർഡ് ആയിട്ടുള്ള ഒരു വളരെ പൊക്കത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു. and I watched the back of his head while I waited for him to speak. I can only see the back of his head. എനിക്കത് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ ബാക്ക് സൈഡ് മാത്രമാണ്. എന്തായാലും ഞാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. why he finally asked, your grandfather has the money, he owned 200-acre ranch. അപ്പോൾ എന്താണ് ഈ $15 നിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്താണ് പേ ചെയ്യില്ല എന്ന് പറഞ്ഞത്? അദ്ദേഹം കാരണം ചോദിക്കുകയാണ്. നിൻ്റെ ഗ്രാൻഡ് പേക്ക് 200 acres ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് നിൻ്റെ ഗ്രാൻഡ് ഫാദർ പേ ചെയ്യില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. സോ ഐ ലുക്ക്ഡ് അറ്റ് ഹിം ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. ഇപ്പോൾ ഞാൻ അപ്പോഴും കരച്ചിൽ വരാതിരിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് എപ്പോഴും ഒരു സങ്കടവും ഇല്ല എന്നുള്ള രീതിയിൽ എൻ്റെ കണ്ണുകൾ ഡ്രൈ ആക്കിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, I know sir, but he said if I had to pay for it then it wouldn't be a scholarship jacket. അപ്പോൾ ഈ $15 ഗ്രാൻഡ് പേക്ക് വേണമെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഗ്രാൻഡ് പ പറഞ്ഞു നീ അത് പേ ചെയ്യുകയാണെങ്കിൽ $15 നീ പേ ചെയ്താൽ അത്
സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്ന് പറഞ്ഞു എന്ന് വളരെ ധൈര്യത്തോടുകൂടി മാർത്ത പറയുകയാണ്. അവൾക്ക് കരയണം എന്നുണ്ട്, അത്രയും സങ്കടമുണ്ട്, കാരണം അവൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. ബട്ട് സ്റ്റിൽ ഷീ ഈസ് ബോൾഡ്. ഐ ഗെസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് ടു ജോൺ. ഐ ഹാഡ് ഇൻ മെൻ ടു സേ. അപ്പോൾ അവൾ അറിയാതെ ഒരു സെൻറ്റൻസ് കൂടി പറഞ്ഞു, ഇനി നിങ്ങളത് ജോഹന് കൊടുക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അത് അവൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ അവളുടെ മനസ്സിലുള്ള ആ ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഇമോഷൻ കൊണ്ട് അവൾ അറിയാതെ അത് പറഞ്ഞുപോയി. ഐ ഹാഡ് ഇൻ മെൻ ടു സേ ദാറ്റ് ഇറ്റ് ഹാഡ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. ഐ വാസ് ഓൾമോസ്റ്റ് സ്ലിപ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിപ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്ലിപ്ഡ് ഔട്ട് എന്ന് പറയില്ലേ, അതെന്താണ്? അറിയാതെ നമ്മൾ പറയണം എന്ന് വെച്ചതല്ല, ബട്ട് ഇറ്റ് ജസ്റ്റ് കം ഔട്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ വാസ് ഓൾമോസ്റ്റ് ദ ഡോർ വെൻ ഹി സ്റ്റോപ്ഡ് മീ. മാർത്ത വെയിറ്റ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഐ ജസ്റ്റ് സ്റ്റാർട്ട് ലീവിങ് ദ റൂം. അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്യാണ്. പക്ഷേ ദ പ്രിൻസിപ്പൽ ജസ്റ്റ് സെഡ്, യു ജസ്റ്റ് വെയിറ്റ് മാർത്ത. ഐ ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം വെയിറ്റിംഗ്. അപ്പോൾ ഇനി എന്ത് പറയാനാണ് എന്നുള്ള രീതിയിൽ ഞാൻ തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തെ നോക്കുകയാണ്. വാട്ട് ഡിഡ് ഹി വോണ്ട് നൗ? I could feel my heart pounding loudly in my chest. So my heartbeat is rising. കാരണം ഇനിയും അത്രയ്ക്കും അവളിങ്ങനെ എന്താ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. സോ സംതിങ് ബിറ്റർ ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. അപ്പോൾ എന്തോ കഴിച്ച പോലെ എന്തോ സംഭവം എൻ്റെ വായിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും തീക്ഷ്ണമായിട്ടുള്ള എന്തോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ വാസ് അഫ്രൈഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. ഐ ഡിഡൻറ്റ് നീഡ് എനി സിമ്പതി. ഇപ്പോൾ ഇനി സിമ്പതൈസ് ചെയ്യാനായിരിക്കും വിളിക്കുന്നുണ്ടാവും. എനിക്ക് ആ സിമ്പതി സ്പീച്ചസിൻ്റെ ആവശ്യമില്ല. ഹി ഈസ് സ്ലൈറ്റ്ലി ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെൻറ്റ് ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. അപ്പോൾ ഒന്ന് നെടുവീർപ്പിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഡെസ്കിലേക്ക് തിരിച്ചുപോയി. ഹി വാച്ച്ഡ് മീ ബൈറ്റിംഗ് ഹിസ് ലിപ്പ്. ഓക്കെ, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. എന്താ പറഞ്ഞത് അദ്ദേഹം? എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലിപ്സൊക്കെ ഒന്ന് കടിച്ചിട്ട് ഒരു നെടുവീർപ്പൊക്കെ ഇട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, നിൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ഞാൻ ചെയ്യാം. ഞാൻ ബോർഡിനോട് പറയാം, നിനക്ക് നിൻ്റെ ജാക്കറ്റ് കിട്ടും. അപ്പോൾ എന്താ, പ്രിൻസിപ്പളിന് വളരെ ക്ലിയറായി മാർത്തയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്നും, അതുപോലെ തൻ്റെ അവർ പ്ലാൻ ചെയ്തതൊന്നും ഇവരുടെ കാര്യത്തിൽ വർക്ക് ചെയ്യില്ല, ഗ്രാൻഡ് പാ അതിന് അലൗ ചെയ്യില്ല എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പ്രിൻസിപ്പളിന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെ എന്താ, അവർ ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും അവർ പിൻവാങ്ങാണ്. സോ ഐ റാൻ ഔട്ട് സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹോൾ. ദെയർ വാസ് നോ വൺ ടു സീ മീ. അപ്പം എനിക്ക് സന്തോഷം, നമ്മൾ പറയില്ലേ, സന്തോഷം കൊണ്ട് അത്രയ്ക്കും തീക്ഷ്ണമായ സന്തോഷം വന്നു. സോ ബിക്കോസ് ഐ ഡിഡൻറ്റ് എക്സ്പെക്റ്റ്. എന്ത് ചെയ്യാണ്, കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്, ഹോളിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും കാണാതെ ആ സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ അടക്കാൻ വിട്ടുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്, ഹോളിലേക്ക് ഓടിയിട്ട് കരയാൻ വേണ്ടി ഓടുകയാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മിസ്റ്റർ സ്മിത്ത് വിങ്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്, ഐ ഹിയർ യു ആർ ഗെറ്റിംഗ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ. അപ്പോൾ അന്ന് ആ വൈകുന്നേരം സ്മിത്ത് എൻ്റെ നേരെ കണ്ണ് ഇറുക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കേട്ടല്ലോ നിനക്കാണ് ഈ പ്രാവശ്യത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന്. അപ്പോൾ മാർത്തയ്ക്ക് ഇതെല്ലാം അറിയാന്നുള്ളത് സ്മിത്തിന് അറിയില്ലല്ലോ. അപ്പം അദ്ദേഹം ആണ് ഇതിൻ്റെ കാരണം തുടങ്ങിയത്. അദ്ദേഹം ഇത് സ്കോളർഷിപ്പ് ജാക്കറ്റ് അദ്ദേഹം സ്വന്തം ജോലി റിസ്ക് ചെയ്തിട്ടാണെങ്കിൽ പോലും അദ്ദേഹം സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി കറപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അദ്ദേഹം റെക്കോർഡ്സ് ഫോൾസിഫൈ ചെയ്യില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും എന്താ നമ്മളുടെ മാർത്ത അറിയ പോലും ഇല്ല. അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് അദ്ദേഹം ബോധറായിരുന്നെങ്കിൽ ഈ റെക്കോർഡ്സ് ഫോൾസിഫൈ ചെയ്യും, ഇവിടെ ഒരു ഡിസ്കഷൻ തന്നെ വരില്ല മാർത്തയുടെ അടുത്ത്. So his face looked as happy as innocent as a baby's, but I knew better. Without answering, I gave him a quick hug and ran out to the bus. അദ്ദേഹത്തിൻ്റെ ഫേസ് വളരെ ഹാപ്പി, ഒരു ബേബിയെ പോലെ തോന്നിച്ചു, ഒന്നും അറിയാത്ത ഒരു ബേബിയെ പോലെ അദ്ദേഹത്തിൻ്റെ ഫേസ് തോന്നിപ്പിച്ചു. ആൻഡ് വിത്തൗട്ട് ഒന്നും പറയാതെ തന്നെ ഐ ജസ്റ്റ് ഗേവ് ഹിം എ ഹഗ് ആൻഡ് റാൻ ഔട്ട്. ഞാൻ ബസ്സിലേക്ക് ഓടി ഒരു ഹഗ് കൊടുത്തിട്ട്.
and I cried on the walk home again, but this time because I was so happy. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ ഈ പ്രാവശ്യം കരഞ്ഞത് സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. I joined him. I couldn't wait to tell grandpa and ran straight to the field. അപ്പോൾ എനിക്ക് ഗ്രാൻഡ്പയോട് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഗ്രാൻഡ്പ പറഞ്ഞ ആൻസറിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടി എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഐ കുഡിൻറ്റ്, ഞാൻ വേഗം തന്നെ ഗ്രാൻഡ്പയുടെ അടുത്ത്, ആ ഗ്രാൻഡ്പ പറഞ്ഞ ആ ഒരു വാചകം കൊണ്ടാണ് പ്രിൻസിപ്പൾ ആ ഒരു മൈൻഡ് ചേഞ്ച് ചെയ്തത്. സോ ഐ ജോയിൻഡ് ഹിം ഇൻ ദ റോ. അപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഗ്രാൻഡ്പയുടെ അടുത്ത് നിന്നു. ഗ്രാൻഡ്പയുടെ കൂടെ ഒന്നും പറയാതെ ഗ്രാൻഡ്പയുടെ കൂടെ വർക്ക് ചെയ്യാൻ കൂടി. ആൻഡ് വിത്തൗട്ട് സേയിങ് എനിത്തിങ് ഐ ക്രൗച്ച് ഡൗൺ. ഞാൻ കുമ്പിട്ട് നിന്ന് കള പറിക്കാൻ തുടങ്ങി. പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ഗ്രാൻഡ്പ വർക്ക്ഡ് അലോങ് വിത്ത് മീ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അപ്പോൾ ഒന്നും മിണ്ടാതെ ഗ്രാൻഡ്പ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ഹി ഡിഡ്ന്റ് ആസ്ക് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഇതൊക്കെ ഗ്രാൻഡ്പയ്ക്ക് അറിയാം. ഗ്രാൻഡ്പ അവള് $15 ചോദിച്ചതൊക്കെ ഗ്രാൻഡ്പയ്ക്ക് ഓർമ്മയുണ്ട്. ബട്ട് he didn't tell anything. He didn't ask anything. And after I had a little pile of words between the row, I stood up and faced him. അപ്പോൾ ഞാനൊരു എൻ്റെ കയ്യിൽ ഒരു കൂട്ടം കളകളായി കഴിഞ്ഞപ്പോൾ ഞാനത് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ ഫേസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദ പ്രിൻസിപ്പൽ സെഡ് ഹി ഈസ് മേക്കിംഗ് ആൻ എക്സെപ്ഷൻ. അപ്പോൾ പ്രിൻസിപ്പൾ എനിക്ക് വേണ്ടി ഒരു എക്സെപ്ഷൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആൻഡ് ഐ ആം ഗെറ്റിംഗ് ദ ജാക്കറ്റ്. അപ്പോൾ എനിക്ക് തന്നെയാണ് ജാക്കറ്റ് കിട്ടുന്നത്. That is after told him what you said. അതും നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, നിങ്ങൾ പറഞ്ഞത് ഞാൻ അവിടെ പറഞ്ഞതുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഗ്രാൻഡ്പ ഡിഡ്ന്റ് സേ എനിത്തിങ്. ഹി ജസ്റ്റ് ഗിവ് മീ എ പാറ്റ് ഓൺ ദ ഷോൾഡർ ആൻഡ് സ്മൈൽ. അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം? വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് വലിയ കാര്യമാണെന്നോ അല്ലെങ്കിൽ നീ നിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ജസ്റ്റ് എൻ്റെ ഷോൾഡറിൽ, മാർത്തയുടെ ഷോൾഡറിൽ ജസ്റ്റ് ഒന്ന് തട്ടി, അത് മാത്രമാണ്. ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്തു. ആൻഡ് എ സ്മൈൽ, ഒരു പുഞ്ചിരി. He pulled out and crumpled the red handkerchief and he always carried in his back pocket and wiped the sweat off his forehead. വീണ്ടും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊരു റെഡ് കർച്ചീഫ് എടുത്ത് അദ്ദേഹത്തിൻ്റെ വിയർപ്പ് ഒപ്പി. And better go see if your grandmother needs any help with supper. എന്നിട്ട് എന്താ ആകെ പറഞ്ഞത്? നീ ചെന്ന് ഗ്രാൻഡ്മയ്ക്ക് എന്തെങ്കിലും സപ്പറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമോ എന്ന് ചോദിക്കാനാണ് അവളോട് പറയുന്നത്. സോ ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രിൻ. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസിലിംഗ് സം സില്ലി ട്യൂൺ. സോ ഞാൻ അവിടെ അദ്ദേഹത്തിന് ഒരു ഇങ്ങനെ നമ്മൾ കണ്ണിറുക്കി കാണിക്കില്ലേ, അതുപോലെ കാണിച്ചിട്ട് ഞാൻ തിരിച്ച് ഒരു മൂളിപ്പാട്ട് പാടി ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഏതോ ഒരു സില്ലി ടോൺ മൂളിപ്പാട്ട് പാടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഗ്രാൻഡ്പ കാരണമാണ് മാർത്തയ്ക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു പക്ഷേ അതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ, ആ എഫേർട്ടിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലും ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് എന്താ ഒത്തിരി തടസ്സങ്ങളുണ്ട്, എനിക്ക് ഒന്നും രക്ഷയില്ല, ഇതോടുകൂടി എനിക്കത് കിട്ടില്ല എന്നൊക്കെ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ചിലപ്പോൾ തോന്നും. പക്ഷേ നമ്മുടെ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് പൂർണ്ണ മനസ്സോടു കൂടി ചെയ്യുന്ന എഫേർട്ടാണ്, അതൊരു ശരിയായ കാര്യത്തിനുള്ള എഫേർട്ടാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു വാചകം നിങ്ങൾ എപ്പോഴും ഓർക്കുക. ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറഞ്ഞ വാചകമാണ് അല്ലേ, നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെ, പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യും എന്ന് പറയുന്നുണ്ട് അല്ലേ. യെസ്, ദ whole world, the nature will conspire for you. Surely the nature will conspire for you if you are doing it properly, if you are doing it sincerely, then surely nature will conspire for you. Nature will support you. അവിടെ ബാക്കി എല്ലാം നമ്മളറിയാതെ നമുക്ക് വേണ്ടി വരും. അത് നമ്മളുടെ എഫേർട്ട് എത്ര സിൻസിയർ ആണോ അതനുസരിച്ചായിരിക്കും അത് സംഭവിക്കുക. സോ നിങ്ങളും അത് ലൈഫിൽ ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സിൻസിയറായിട്ട് എഫേർട്സ് എടുക്കുക. സിൻസിയറായിട്ട് എഫേർട്സ് എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ഒരു ഇത്തിരി സമയം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ പെട്ടെന്ന് വരുമായിരിക്കും. അവിടെ ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. നമ്മളോട് അബ്ദുൽ കലാം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് എത്താറാവുമ്പോൾ ഒരിക്കലും നിങ്ങൾ ബ്രേക്ക് എടുക്കരുത്. ആ അച്ചീവ്മെൻറ്റ് എത്താറാവുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനൊരു തടസ്സം വരുന്നത്. പക്ഷെ നിങ്ങൾ
അവിടെ ഒരിക്കലും ബ്രേക്ക് എടുക്കരുത്. നിങ്ങൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യണം. അവിടെ അവസാനം അതിൻ്റെ സക്സസ് നിങ്ങളുടേത് തന്നെ ആയിരിക്കും. താങ്ക് യു. That is all for the day. Thank you.